ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീറ്റിന് വേണ്ടിയുള്ള ഒരു സൂപ്പർ ഷോർട്ട് കട്ടാണ്. ഒരു കറന്റ് ക്യാരിങ് വയർ വിച്ച് ഈസ് ഇൻ ദി ഫോം ഓഫ് എ റെഗുലർ പോളിഗൺ ഹാവിങ് n sides. So we have a regular polygon having n sides. So ആ വയർ ഏത് ഫോമിലാണ്? കറന്റ് ക്യാരിങ് വയർ ഈസ് ഇൻ ദി ഫോം ഓഫ് എ റെഗുലർ പോളിഗൺ ഹാവിങ് n sides. n സൈഡ്സ് ആയതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റ് ഡോട്ടഡ് മാർക്ക് ഇട്ടത്. ഓക്കെ, അത് ഹെക്സഗൺ ആവാം, പെൻറ്റഗൺ ആവാം, ഈവൻ ട്രയാങ്കിൾ ആവാം. സോ യു ക്യാൻ കൺസിഡർ എനി പോളിഗൺ, ബട്ട് ഇറ്റ് ഷുഡ് ബി റെഗുലർ പോളിഗൺ. അങ്ങനെ ഒരു കേസ് വന്നാൽ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എനി പോളിഗൺ ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിൾ ഈക്വൽ ടു 2π. ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിൾ ഈക്വൽ ടു 2π. അങ്ങനെയാകുമ്പം ഈ ഒരു സെക്ഷൻ്റെ ആംഗിൾ, ഇങ്ങനത്തെ എത്ര സെക്ഷൻസ് ഉണ്ടാവും, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ്റെ ആംഗിൾ 2π/n ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ പ്ലോട്ട് ചെയ്താൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് ഈക്വൽ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യും. കാരണം റെഗുലർ പോളിഗൺ ആകുമ്പം അങ്ങനെ ഈക്വൽ പോർഷനായിട്ട് മാറും. സോ ആ ആംഗിൾ വരുന്നത് π/n ആയിരിക്കും. സോ ടോട്ടൽ 2π, ആ 2π-നെ n പോർഷൻസ് ആയി ഡിവൈഡ് ചെയ്തു, അതിനെ നമ്മൾ ഹാഫായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തു. സോ π/n ആണ് ഈ ആംഗിൾ വരുന്നത്. നമുക്ക് ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടോട്ടൽ n സൈഡ്സ് ഉണ്ട്. ഞാൻ ഈ ഒരു പോർഷൻ, ഈ ഒരു ലെങ്ത് കാരണം ഇവിടെ ക്രിയേറ്റഡ് ആവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ ഒരു പോർഷൻ AB, ഓക്കെ, ഇതാണ് വയർ AB. ഓക്കെ, ദിസ് ഈസ് ദ പോയിന്റ് O. ദിസ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദിസ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ പോയിന്റ്. ഈ വയറിൽ നിന്നും പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് A ആയിട്ട് എടുത്തു. ഓക്കെ, ഈ ആംഗിൾ π/n ആണ്, ഈ ആംഗിളും π/n ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് O എന്താ വരിക? B സെൻറ്റർ ഈക്വൽ ടു μ0/4π I/A sin φ1 പ്ലസ് sin φ2. ഇവിടെ φ1 എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? π/n. φ2 π/n. സോ നമുക്കിതിനെ 2 sin π/n എന്ന് എഴുതിക്കൂടെ? 2 sin π/n. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, ക്യാൻസലേഷനൊക്കെ അവസാനം ചെയ്യാം. ഇത് ക്ലിയർ ആണല്ലോ. നിങ്ങൾക്ക് എക്സാമിന് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് ലെങ്ത്ത് തരാം, അതാണ് കൂടുതൽ എക്സാമിന് ചോദിച്ചത്. സൈഡിൻ്റെ ലെങ്ത്ത് തരും, ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് റേഡിയസ് ഓഫ് ദി സർക്കിൾ ആയിരിക്കും. അതായത് ഈ റെഗുലർ പോളിഗൺ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെങ്കിൽ ദാറ്റ് സർക്കിൾ ഈസ് കോൾഡ് സർക്കിൾ. ആ സർക്കിളിൻ്റെ റേഡിയസ് തരാം. ഞാൻ ആദ്യം ലെങ്ത്ത് തരുന്ന കേസ് എടുക്കാം. ഓക്കെ, ലെങ്ത്ത് L ആണെങ്കിൽ ഇത് L/2 ആയിരിക്കൂലേ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് A ആണ്. Aയും L/2 തമ്മിലുള്ള റിലേഷൻ കാണണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എടുക്കണം? ഓക്കെ, ഞാനിത് തൽക്കാലം റബ് ചെയ്യാം. ഇത് π/n ആണ്. ഓക്കെ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ABC ആയിട്ട് എടുക്കാം ഈ പോയിന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും? യെസ്, tan θ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. tan π/n ഈക്വൽ ടു L/2 divided by A. L/2 divided by A, that is L/2A. ക്ലിയർ ആണല്ലോ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇതിൽ നിന്നും A ഈക്വൽ ടു എന്ത് എഴുതാം? A ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ 2 tan π/n. ഇത് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇത് ഞാൻ റബ് ചെയ്യാം. I ഡിവൈഡഡ് ബൈ L/2 tan π/n ഡിനോമിനേറ്ററിൽ വരും. ഓക്കെ, L/2 tan π/n. ഈ 2 ഇവിടെ 2 വരും, 2 ക്യാൻസൽ. സോ 4 ക്യാൻസൽ ആവും. ഇവിടെ നിന്നൊരു 2 വരുന്നുണ്ട്, ഈ 2ഉം ക്യാൻസൽ ആവും. അങ്ങനെ ടോട്ടൽ വരും. ഈ tan π/n ന്യൂമറേറ്ററിലെത്തും. സോ ഫൈനലി വി ഗെറ്റ് എന്താ കിട്ടുക? നിങ്ങളൊന്ന് പോസ് ചെയ്ത് എഴുതി നോക്കിയേ. μ0/πL μ0I/πL ഇൻറ്റു tan π/n ന്യൂമറേറ്ററിലെത്തും, ഒരു sin π/n ന്യൂമറേറ്ററിലുണ്ട്. ഓക്കെ, μ0I/πL ഇൻറ്റു tan π/n ഇൻറ്റു sin π/n. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് AB കാരണം മാത്രമുള്ളതാണ്. ഓക്കെ, ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡ്യൂ ടു AB ഓൺലി. ഇങ്ങനെ നമുക്ക് എത്ര സൈഡ്സ് ടോട്ടൽ വരുന്നുണ്ട്? വി ഹാവ് n സൈഡ്സ്. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം ആഡപ്പ് ആവും, കാരണം എല്ലാത്തിനും ഡയറക്ഷൻ സെയിം ആയിരിക്കും. ഓക്കെ, ഈ കേസിൽ എടുക്കുകയാണെങ്കിൽ എല്ലാം ഔട്ട്വേർഡ് ആയിരിക്കും വരിക, നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി μ0I/πL ഇൻറ്റു tan π/n ഇൻറ്റു sin π/n ഇൻറ്റു n വരും, ഇൻറ്റു n.
അതിൻ്റെ ഫൈനൽ ഫോമുല നമുക്ക് ഇങ്ങനെ എഴുതാം. എന്തായിട്ട് എഴുതാം? ബി സെൻറ്റർ ഈക്വൽ ടു mu0 ni ഡിവൈഡഡ് ബൈ പൈ എൽ ഇൻറ്റു ടാൻ പൈ ബൈ എൻ ഇൻറ്റു സൈൻ പൈ ബൈ എൻ. മക്കളെ ഇത് ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് നീറ്റിലൊരു ഫോമാ ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, വളരെ ഈസിയാണ്. ഫോമുല ബൈ ഹാർട്ട് ചെയ്ത് പോവാം. ഞാൻ ഡെറിവേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു ഫോമുല മാത്രം മതി. ബൈ ഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഫോമുല ഈസ് mu0 ni by pi l into tan pi by n into sin pi by n. This formula is used if length of the side is given. In case നിങ്ങൾക്ക് തരുന്നത് ലെങ്ത് ഓഫ് ദി സൈഡ് അല്ല, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ഹാവ് ആർ ആണെങ്കിൽ നമ്മൾ പഴയ സ്റ്റെപ്പിലേക്ക് ഞാൻ തിരിച്ചു പോവാണ്. ബി സെൻറ്റർ ഈക്വൽ ടു എന്താ തന്നത്? mu0 ഈ ഒരു എ ബി കാരണം മാത്രമുള്ള കാൽക്കുലേറ്റ് ചെയ്യാം. ബി സെൻറ്റർ mu0 i by 4 pi a ഇൻറ്റു 2 sin pi by n. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇത് ഒഴിവാക്കണം. നമുക്ക് വേണ്ടത് ഏതാ? നമുക്ക് വേണ്ടത് റേഡിയസും എയും കണക്ട് ചെയ്യണം. റേഡിയസും എയും കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഏത് റേഷ്യോ യൂസ് ചെയ്യണം? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. സോ കോസ് യൂസ് ചെയ്യാം. കോസ് പൈ ബൈ എൻ ഈക്വൽ ടു എ ബൈ ആർ. അതിൽ നിന്നും എ ഈക്വൽ ടു എന്ത് എഴുതാം? ആർ കോസ് പൈ ബൈ എൻ. സോ ദിസ് ബിക്കം ആർ കോസ് പൈ ബൈ എൻ. ഓക്കെ, ഇതിൽ ക്യാൻസലേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ ഞാനിത് റബ്ബ് ചെയ്യുന്നുണ്ട്. യെസ്, ക്യാൻസലേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വി ഗെറ്റ് mu0 i ഡിവൈഡഡ് ബൈ 2 ക്യാൻസൽ ആവും 2 pi r tan pi by n. Okay, sin pi by n divided by cos pi by n become tan pi by n. If radius of the circumcircle is given, then b center equal to mu0 i by 2 pi r into tan pi by. ഇത് ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് എക്സാം. ഡയറക്റ്റ് ഫോമിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം റെഗുലർ ആണ്. റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെഗുലർ പെൻറ്റഗൺ, റെഗുലർ ഹെക്സഗൺ, അങ്ങനെ കേസ് വരികയാണ്. സൈഡിൻ്റെ ലെങ്ത്ത് തരികയാണെങ്കിൽ ബി സെൻറ്റർ ഈക്വൽ ടു ഇത് യൂസ് ചെയ്യാം. സർക്കിളിൻ്റെ റേഡിയസ് തരികയാണെങ്കിൽ ഈ ഫോമിൽ യൂസ് ചെയ്യാം. രണ്ട് ഫോമിലെയും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കുക. ഇതിലൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. mu0 ni ആവും. കാരണം ഇതൊരു വയറിൻ്റെയാണ്, അങ്ങനെ n വയേഴ്സ് വരുന്നുണ്ട്. സോ mu0 ni by 2 pi r into tan pi by n. ഇതിൽ mu0 ni ഡിവൈഡ് ബൈ pi l into tan pi by n into sin pi by n. ഇനി എങ്ങനെ നീറ്റിന് നമ്മൾ ഈ ഒരു ഫോമുല എങ്ങനെ നീറ്റിനും ജെയ്ക്കൊക്കെ ഈ ഒരു ഫോമുല നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യും നോക്കാം. ഓക്കെ, നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരു കറന്റ് ക്യാരിങ് വയർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോമിലാണുള്ളത്. ഒരു കറന്റ് ക്യാരിങ് വയർ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോമിലാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ സൈഡ് എല്ലാം ഓക്കെ കറണ്ട് ഐ ആണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, സോ ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ ഇതൊരു റെഗുലർ പോളിഗൺ ആണ്. കാരണം ഇതിന് എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട്. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യും. ഓക്കെ, എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇവിടെ n എത്രയാണ്? എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ്. n ഈക്വൽ ടു 3. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടെ സെൻറ്ററിലെ. സോ ബി സെൻറ്റർ ഈക്വൽ ടു mu0 3i ഡിവൈഡഡ് ബൈ പൈ എൽ. ഇതിൻ്റെ സൈഡ് എൽ ആണ്. tan pi by 3 into sin pi by 3. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് വാല്യൂസ് അറിയാം. tan pi by 3 എത്രയാണ്? √3. ഓക്കെ, sin pi by 3 എത്രയാണ്? √3/2. സോ √3 into √3 3. 3 into 3 9. 9/2 ഉണ്ടാവും. സോ 9/2 into mu0 i by pi l. ഇത്രയും ഈസി ആയിട്ട് തന്നെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാം ഇഫ് യു ബൈ ഹാർട്ട് ദിസ് ഫോമുല. ഓക്കെ, നമുക്കൊരു കേസും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഒരു സ്ക്വയർ എടുക്കാം. സ്ക്വയറും ഒരു റെഗുലർ പോളിഗണാണ്. ഓക്കെ, സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് എൽ ആണ്. കറന്റ് ക്യാരിങ് വയർ ഇൻ ദി ഫോം ഓഫ് എ സ്ക്വയർ. ഫൈൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ. ഫൈൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ n എത്രയാണ്? 4. ഓക്കെ, നേരെ കൊടുക്കുകയാണ്. ബി സെൻറ്റർ ഈക്വൽ ടു mu0 into 4i divided by pi l into tan pi by 4 is 1, sin pi by 4 1/√2. Okay,
ദെൻ ക്യാൻസലേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ സീറോ ഐ ബൈ പൈ എൽ ഇൻറ്റു 2√2 വരും. മ്യൂ സീറോ ഐ ബൈ പൈ എൽ ഇൻറ്റു 2√2. പറ്റുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്ക്. നമുക്ക് ആവശ്യം ഉണ്ടാവും. ഇതിൻ്റെ റേഷ്യോ ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, സെൻട്രലുള്ളതും വേർട്ടെക്സിലുള്ളതും. അത് വേർട്ടെക്സിലുള്ളത് ഞാൻ അടുത്ത് ചെയ്തുതരാം. ഓക്കെ, സോ മ്യൂ സീറോ ഐ ബൈ പൈ എൽ ഇൻറ്റു 2√2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറന്റ് ക്യാരിങ് വയർ ഇൻ ദി ഫോം ഓഫ് സ്ക്വയർ. ഓക്കെ, സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് വരുന്നത്. കറണ്ട് ഐ, ഇതിൻ്റെ ലെങ്ത് എൽ ആണ്. ഓക്കെ, സോ നൗ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി വേർട്ടെക്സ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേർട്ടെക്സ് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, എല്ലാ വേർട്ടെക്സ് എടുത്താലും സെയിം ആൻസർ ആയിരിക്കും. ഈ വേർട്ടെക്സിലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തും ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആയാലും ഈ പോയിന്റിലായാലും എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വേർട്ടെക്സുള്ള കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പോയിന്റ് ഞാൻ പി ആയിട്ട് എടുത്തു. ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ വയറും സെപ്പറേറ്റ് എടുക്കാം. നമുക്ക് ഈ ഫോമിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ഫോമിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ സെൻട്രലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കണം ചോദിക്കേണ്ടത്. പക്ഷേ ഇവിടെ ചോദിച്ചത് ഏതാണ്? അറ്റ് ദി വേർട്ടെക്സ് ഓഫ് ദി സ്ക്വയർ. ഓക്കെ, ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാം. ഇതിനെ ഞാൻ 1 ആയിട്ട് എടുത്തു, ഇത് 2, ഇത് 3, ഇത് 4. എന്നിട്ട് ഓരോ മാഗ്നറ്റിക് ഫീൽഡും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് സം ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ എന്നൊക്കെ നോക്കാം. B1 എന്താ വരിക? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് വയർ അറ്റ് പോയിന്റ് പി. ഈ വയർ കാരണം പിയിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആണ്. റീസൺ നിങ്ങൾക്കറിയാം. എന്താ റീസൺ? ഈ പോയിന്റ് പി എലോങ് ദി ലൈനാണ്. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇഫ് പോയിന്റ് ലൈസ് എലോങ് ദി ലൈൻ ദെൻ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് വിൽ ബി 0. B1 0. B2 നോക്കിയിട്ട് നിങ്ങൾ പറ. യെസ്, ആൻസർ ഈസ് 0. റീസൺ, ഈ ലൈനും എലോങ് പി അല്ലേ. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇത് രണ്ടുമാണ്. ഓക്കെ, ഞാൻ B3 കാൽക്കുലേറ്റ് ചെയ്യാം. എലോങ് 3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പോയിൻ്റ് ഇവിടെയാണ്. ഞാൻ ഇവിടേക്ക് സെപ്പറേറ്റ് വരയ്ക്കാം. ഈ പോയിൻ്റ് പി ഇവിടെയാണ്. ഇതാണ് വയർ. ഈ വയറിൻ്റെ ലെങ്ത് എല്ലാണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്കറിയാം 5-1 5-2 കാൽക്കുലേറ്റ് ചെയ്യേണ്ടേ. 5-2ൻ്റെ വാല്യൂ 0 ആയിരിക്കും, കാരണം ഇവിടെ എല്ലാം വരുന്നു. ഓക്കെ, ഇത് പെർപെൻഡിക്കുലർ ആണ്. 5-1ൻ്റെ വാല്യൂ 45 ഡിഗ്രിയാണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ വരുന്നത് എത്രയായിരിക്കും? സ്ക്വയർ അല്ലേ, 45 ഡിഗ്രി അല്ലേ. യെസ്, ദിസ് ഈസ് 45 ഡിഗ്രി. അങ്ങനെയാകുമ്പോൾ മ്യൂ 0 ഐ ബൈ 4π ഇൻറ്റു എ നമുക്ക് അവസാനം കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻറ്റു സൈൻ 5-1 പ്ലസ് സൈൻ 5-2. അതിൽ സൈൻ 5-1 മാത്രം എടുത്താൽ മതി, കാരണം സൈൻ 5-2 0 ആണ്. ഓക്കെ, സോ സൈൻ 45 വരും. സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. അത് നമുക്ക് അവസാനം എഴുതാം, സൈൻ 45. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും? മ്യൂ 0 ഐ ഡിവൈഡഡ് ബൈ 4π. എ എന്ന് പറയുന്നത് ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. ഈ ഒരു വയറിൽ നിന്നും ഇവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതല്ലേ. ഇത് ഏതിന് ഈക്വലാണ്? എല്ലിന് ഈക്വലാണ്. സോ ഇൻറ്റു സൈൻ 45 1/√2. സൈൻ 45 ഈസ് 1/√2. ഓക്കെ, B4 എന്ന് പറയുന്ന ഈ ഒരു വയർ കാരണം ഈ പോയിന്റിലുള്ളതല്ലേ. നിങ്ങൾ ഇതേപോലെ ട്രയാങ്കിൾ പ്ലോട്ട് ചെയ്യൂലേ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്ന ട്രയാങ്കിളില്ലേ, ആ ട്രയാങ്കിൾ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാം 5-1 അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ 5-2 എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. 5-1 0 ആണ്, 5-2 45 ഡിഗ്രി വരും. എനിവേ അവിടെ സൈൻ 45 തന്നെ വരും. കേസസ് ഒക്കെ സെയിം അല്ലേ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എല്ലാം തന്നെയല്ലേ വരുന്നത്. ഓക്കെ, സെയിം കേസ് വരും. സോ B4ഉം ഇതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി B1 പ്ലസ് B2 പ്ലസ് B3 പ്ലസ് B4. സോ B നെറ്റ് ഈക്വൽ ടു 2 ടൈംസ്, ഇതിൻ്റെ 2 ടൈംസ് അല്ല വരിക, ഇത് രണ്ടും 0 ആണ്. ഇതിന് ഈക്വൽ ആണ്. സോ 2 ടൈംസ് വരും. 2 ടൈംസ് വരുമ്പോൾ മ്യൂ 0 ഐ ബൈ പൈ എൽ ഇൻറ്റു 1/2√2 വരും. മ്യൂ 0 ഐ ബൈ പൈ എൽ ഇൻറ്റു 1/2√2 വരും. 2 ഇവിടെ ക്യാൻസൽ ആവും. സോ 1/2√2 വരും. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ, ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളിപ്പോൾ ബി സെൻറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബി സെൻറ്റർ എന്തായിരുന്നു? ഇതിൻ്റെ മ്യൂ 0 ഐ ഡിവൈഡഡ് ബൈ പൈ എൽ ഇൻറ്റു 2√2 ആയിരുന്നു. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായില്ലേ? ബി സെൻറ്റർ ആണെങ്കിൽ മ്യൂ 0 ഐ ബൈ പൈ എൽ ഇൻറ്റു 2√2. ബി വേർട്ടെക്സ് ആണെങ്കിൽ മ്യൂ 0 ഐ ബൈ പൈ എൽ ഇൻറ്റു 1/2√2. ഇപ്പോൾ ഇതിൽ ഇൻറ്റു 1/2√2 ആണ്, ഇതിൽ ഡയറക്റ്റ് ഇൻറ്റു 2√2 ആണ്. ഓക്കെ, സോ ബി സെൻറ്റർ ആയിരിക്കും കൂടുതൽ, ബി വേർട്ടെക്സ് കുറവായിരിക്കും.
ഇതിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് പറയുമോ, ഇതിൻ്റെ റേഷ്യോ ആയിരിക്കും. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ബി സെൻറ്റർ ടു ബി വെർട്ടെക്സ്. ബി സെൻറ്റർ ടു ബി വെർട്ടെക്സ് ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ എടുക്കാം. ബി സെൻറ്റർ ടു ബി വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി. ഇപ്പോൾ ബി സെൻറ്റർ ടു ബി വെർട്ടെക്സ് ആണ് 8 വരും ആൻസർ. അങ്ങനെ വരിക 2√2 ഇൻറ്റു ഇത് ന്യൂമറേറ്ററിലേക്ക് എത്തും. 2√2 ഇൻറ്റു 2√2 വരും, ആൻസർ 8 ആയിരിക്കും. നിങ്ങൾക്ക് എക്സാം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. അതിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നു. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ആ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. 9/2 ഇൻറ്റു μ0 I/πl ഇങ്ങനെയായിരുന്നു. 9/2 അല്ലായിരുന്നു വന്നതൊന്ന് ചെക്ക് ചെയ്തൊക്കെ. യെസ്. ഇനി ക്വസ്റ്റ്യൻ വരുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ ഏതെങ്കിലും വേർട്ടെക്സിൽ, ഏത് വേർട്ടെക്സ് ആയാലും ആൻസർ സെയിം ആയിരിക്കും. ഏതെങ്കിലും ഒരു വേർട്ടെക്സിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. സോ ഇത് 1, ഇത് 2, ഇത് 3 ആയിട്ട് എടുക്കാം. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും B1 0 ആയിരിക്കും, B2 0 ആയിരിക്കും. കാരണം ഇത് രണ്ടും അലോങ് ദി ലൈനാണ്. ഓക്കെ, ഇതിൽ പോയിന്റ് കിടക്കുന്നത് അലോങ് ദി ലൈനാണ്. B3 മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ. ഇക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ ടോട്ടൽ 60 ഡിഗ്രി അല്ല, ഇത് 30 ആവും, ഇത് 30 ആവും. ബാക്കി ഞാൻ നിങ്ങൾക്ക് തന്നു, നിങ്ങൾ ചെയ്ത് നോക്കാം. യെസ്. അടുത്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ്, വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നോർമലി സ്റ്റുഡൻസ് എല്ലാം ഒഴിവാക്കുന്നൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാം നമുക്ക്. ഓക്കെ, സോ ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ശ്രദ്ധിക്കാം. സോ കറണ്ട് ഇവിടെ വന്നു, ഇവിടുന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഓക്കെ, നിങ്ങൾ പാരലൽ കേസ് പഠിച്ചിട്ടില്ലായിരുന്നു, റെസിസ്റ്റൻസ് ഇൻ പാരലൽ. ഓക്കെ, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചില്ലേ, സെയിം അതേപോലെ കൺസിഡർ ചെയ്താൽ. ഇപ്പോൾ ഇവിടുന്ന് വന്നു, കറണ്ട് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി, ഇവിടുന്ന് അത് ജോയിൻ ചെയ്തു, I ആയിട്ട് ഫ്ലോ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ആൻസർ 0 ആയിരിക്കും. ആ 0 ആവുന്ന കണ്ടീഷൻ പഠിച്ചു വെക്കാം. ഓക്കെ, ഇത് രണ്ടും സിമെട്രിക്കൽ ആണെങ്കിൽ, ഈ രണ്ട് പോർഷൻസും സിമെട്രിക്കൽ ആണെങ്കിൽ, ഓക്കെ, സിമെട്രിക്കൽ ആണെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. റെസിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I/2 ആയിരിക്കും, ഇതും I/2 ആയിരിക്കും. അങ്ങനെ റെസിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്നത് സെയിം ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇത് I/2, ഇത് I/2. ഓക്കെ, I/2 ഈച്ച് വരും. ഓക്കെ, ഈ I/2 കാരണം ഞാനിത് ഫസ്റ്റ് 1, ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആയിട്ട് എടുക്കാം. B1 ഇങ്ങനെ ആയിരിക്കും അല്ലേ, അതെങ്ങോട്ടായിരിക്കും, ഔട്ട്വേർഡ് ആയിരിക്കും. ഇത് ഔട്ട്വേർഡ് ആണ്. B1 എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ആയിരിക്കും. ഓക്കെ, സോ B1 ഈസ് ഔട്ട്വേർഡ്. B1ൽ നിങ്ങൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 45 ഡിഗ്രി ഒക്കെ വെച്ച് ചെയ്യാം നമുക്ക്. അതേപോലെ നിങ്ങൾ B3യിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ആംഗിൾസ് 45 ഡിഗ്രി വെച്ച് വരും. ഇവിടെ പെർമനന്റ് ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഇതേ കേസ് തന്നെയായിരിക്കും B3യിലും വരിക. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയിരിക്കും. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ ഇങ്ങനെ വരുന്നു, അത് എങ്ങോട്ടായിരിക്കും വരിക, ഇൻവേർഡ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആവും. കാരണം സെയിം മാഗ്നിറ്റ്യൂഡാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സിമിലർ കേസ് തന്നെയായിരിക്കും ഇവിടെയും വരിക. സോ B2 B4 ക്യാൻസൽ ആവും. സോ B സെൻട്രൽ വിൽ ബി ഈക്വൽ ടു 0. അങ്ങനെ സിമെട്രിക്കൽ കേസ് വരികയാണെങ്കിൽ ഒന്നും നോക്കേണ്ട, ആൻസർ 0 ആയിരിക്കും. ഒരു സ്റ്റുഡൻറ്റിൻ്റെ മൈൻഡിലേക്ക് വരുന്ന ഡൗട്ട് ഉണ്ടാണ്, സാർ ഇതിന് ഇങ്ങനെ ഒരു കറണ്ട് ഇല്ലേ, അപ്പോൾ ഇത് കാരണം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ആവൂലേ എന്ന്. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഈ കറണ്ട് എന്ന് പറയുന്നതിൽ ഈ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഇതേ ലൈനിലല്ല കിടക്കുന്നത്, സെയിം ലൈനിലല്ല ഇതും വരുന്നത്. സോ ഇത് രണ്ടും കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെൻറ്റർ വിൽ ബി ഈക്വൽ ടു 0. സോ സിമെട്രിക്കൽ കേസ്, കറണ്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന കേസ് ആണെങ്കിൽ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ B സെൻറ്റർ കാണുമ്പോൾ നമുക്ക് 0 എഴുതാൻ തോന്നും. നോക്കാം നമുക്ക് 0 ആണോ അല്ലേ എന്നുള്ളത്. ഇതിൽ 2 വയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യനിലുള്ള ഇമ്പോർട്ടൻസ് ആണ്. വി ആർ യൂസിങ് 2 ടൈപ്സ് ഓഫ് വയേഴ്സ്. ഇത് ഒരു ടൈപ്പ് വയറാണ്. ഓക്കെ, ഇത് വേറെ ടൈപ്പ് വയറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ആവുമോ? ഒന്ന് നോക്കിയാൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് തിങ്ക് ചെയ്ത് നോക്ക്. കിട്ടിയോ മക്കളെ? യെസ്. ഇവിടെ വരുന്ന തിക്നെസ്സും ഈ വയറിൻ്റെ തിക്നെസ്സും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇവിടെ സിമെട്രിക്കൽ അല്ലേ. അങ്ങനെയാകുമ്പോൾ ഈ പോർഷൻ്റെ റെസിസ്റ്റൻസും ഈ പോർഷൻ്റെ റെസിസ്റ്റൻസും സെയിം ആയിരിക്കൂലേ. സോ കറണ്ട് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ആവൂലേ. ഓക്കെ, ഇവിടെ ഒരു തിൻ വയറും ഒരു തിക്ക് വയറും ഉണ്ട്, ഇവിടെ ഒരു തിക്ക് വയറും തിൻ വയറും ഉണ്ടാകും. ആസ് എ ടോട്ടൽ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസും ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസും ഈക്വൽ ആയിരിക്കൂലേ. ഈ റെസിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ കറണ്ട് ഡയറക്റ്റ്ലി സ്പ്ലിറ്റ് ആവൂലേ. അങ്ങനെ സ്പ്ലിറ്റ് ആയാലും ഇത് I/2 ഈച്ച് ആവൂലേ. ഇത് I/2, ഇത് I/2, I/2, I/2. ഓക്കെ, ഇത് രണ്ടും ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, ഇത് രണ്ടും ക്യാൻസൽ ഈച്ച് അതർ. സോ ഫൈനൽ ആൻസർ വിൽ ബി B സെൻറ്റർ ഈക്വൽ ടു 0. ഈ ക്വസ്റ്റ്യൻ തന്നെ അവർ ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ, ഓക്കെ,
ഇങ്ങനെയാണ് തന്നതെങ്കിൽ ഇതിലെ കറണ്ട് I/2 തന്നെ ആയിരിക്കും, കാരണം ഇതിൻ്റെ റെസിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. സോ I/2 ഈച്ച് ഇതിൽ വരും. ഓക്കെ, ഇനി ഇത് ക്യാൻസൽ ആവുമോ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. യെസ്, ഇത് ഇങ്ങനെ ഇൻവേർഡ് വരും. ഇതെങ്ങനെ വരാം? ഇൻവേർഡ്. സോ ഇതിൻ്റെ ഇൻവേർഡ്. സോ B1 ഇൻവേർഡ് വരും. അത് ഏത് വയർ കാരണമാണ്? തിക്ക് വയർ കാരണം. അത് ഞാൻ T എന്ന് എഴുതി. ഓക്കെ, ഇത് എങ്ങോട്ടാണ് വരുന്നത്? കറണ്ട് ഇങ്ങനെയല്ല വരുന്നത്. സോ ഇതെങ്ങനെ വരും? ഔട്ട്വേർഡ് വരും. ഓക്കെ, അപ്പോൾ ഇതും ഏത് വയർ കാരണം? തിക്ക് വയർ കാരണമല്ലേ. അപ്പോൾ ഇത് ക്യാൻസലായി പോകൂലേ? ഓട്ടോമാറ്റിക്കലി ഇതും ക്യാൻസലാവും. ഓക്കെ, സോ B സെൻറ്റർ വിൽ ബി ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും ഒന്ന് തിങ്ക് ചെയ്യുക. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ സിമെട്രിക്കൽ കേസ് ആണെങ്കിൽ B സെൻറ്റർ 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സിമെട്രിക്കൽ ആണ്. ഇതൊക്കെ ഈക്വൽ കേസാണ് വരുന്നത്. ഇതിൻ്റെ റെസിസ്റ്റൻസും ഈക്വൽ ആണ്. ഇതിൻ്റെ റെസിസ്റ്റൻസും ഈക്വൽ ആണ്. സിമെട്രിക്കൽ കേസാണ്. അങ്ങനെയാണ് B സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് പോസ് ചെയ്ത് നോക്കൂ, എത്ര ആൾക്കാർ കിട്ടും നോക്കാം. ട്രൈ ചെയ്തോ മക്കളെ? സോ കറണ്ട് വരുന്നു. ഈ കറണ്ട് ഇവിടുന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ പോർഷൻ റെസിസ്റ്റൻസ് ഞാൻ R ആയിട്ട് എടുത്താൽ ഇത് R, ഇത് ടോട്ടൽ 3R ഉണ്ട്, ഇത് R ഉണ്ട്. 3R പാരലൽ വരുന്നു. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ കറണ്ട് ടോട്ടൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റേഷ്യോ 3:1 അല്ലേ. സോ കറണ്ടിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, റെസിസ്റ്റൻസ് കൂടിയതിലൂടെ കറണ്ട് എന്തായിരിക്കും? കുറച്ചേ പാസ് ചെയ്യുള്ളൂ. സോ ഇതിലൂടെയുള്ള കറണ്ട് I/4 ആണെങ്കിൽ ഇതിലൂടെയുള്ള കറണ്ട് 3I/4 ആയിരിക്കും, കാരണം റേഷ്യോ 3:1 ആണ്. റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ 3:1 ആണെങ്കിൽ കറണ്ടിൻ്റെ റേഷ്യോ 1:3 ആണെന്ന് പഠിച്ചിട്ടില്ലേ? ഓക്കെ, കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചതാണത്. റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ 3:1 ആണെങ്കിൽ കറണ്ടിൻ്റെ റേഷ്യോ 1:3 ആയിരിക്കും. ഏത് കേസിൽ? പാരലൽ കേസിൽ. സോ ഇത് I/4, ഇത് 3I/4. സോ ഇത് I/4, ഇത് I/4. ഓക്കെ, കറണ്ട് ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോയി. ഓക്കെ, സോ ഇനി കാൽക്കുലേഷൻ ശ്രദ്ധിച്ചോ. ഈ I/4 കാരണം ബാക്കിയെല്ലാം സെയിം ആണ്, ആംഗിൾസും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും ഒക്കെ സെയിം ആണ്. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ മാത്രം നോക്കിയാൽ മതി. I/4 കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, B1ൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് I/4 കാരണമാണ്. ബാക്കി വാല്യൂസൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു, കറണ്ട് മാത്രം ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇൻവേർഡ് ആയിരിക്കും. ഓക്കെ, ഇത് ഇൻവേർഡ് വരും. ഇൻവേർഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ഓക്കെ, ഇനി B2 എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഇങ്ങനെയല്ല വരുന്നത്. സോ ഇതും ഇൻവേർഡ് ആയിരിക്കും, അതും I/4 ആണ്. B3 ഇതാണ്. ഇത് എങ്ങനെയാണ് വരിക? ഇങ്ങനെ വരുന്നു. അത് ഔട്ട്വേർഡാണ്. അത് ഏത് കാരണമുള്ളതാണ്? 3I/4 കാരണമുള്ളതാണ്, ഔട്ട്വേർഡ്. ഇനി B4 എന്ന് പറയുന്നത് ഇതല്ലേ, ഇത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് B4, അതും എന്തായിരിക്കും? I/4 അല്ലേ. സോ അത് ഇങ്ങനെ വരുന്നു. സോ ഇൻവേർഡ് ആയിരിക്കും, ഇൻവേർഡ്. ഇത് 3 ഇൻവേർഡ് അല്ലേ. ഇതല്ലേ ഔട്ട്വേർഡ് വരുന്നത്. ഇൻവേർഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ I/4 3I/4 കാരണം വരുന്നതിന് ഈക്വൽ ആയിരിക്കൂലേ. ബാക്കി വാല്യൂസ് ഇവിടെ ഉണ്ടാകും, μ0/4π ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ എഴുതുന്നില്ല. കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയാൽ മതി. നമുക്ക് ആൻസറിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു ടോട്ടലും ഇതും കൂടി എന്താവും? ക്യാൻസൽ ആവും. സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ വിൽ ബി ഈക്വൽ ടു 0. പിന്നെ നിങ്ങൾ ബ്ലൈൻഡായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഒരു സിമെട്രിക്കൽ കേസ് ആണെങ്കിൽ, വേറെ സ്പെഷ്യലായിട്ടൊന്നും പറയുന്നില്ല, സിമെട്രിക്കൽ കേസാണ്. ഇതിലേ കറണ്ട് എൻ്റർ ചെയ്തു, കറണ്ട് ചിലപ്പം ഔട്ട് ചെയ്യുന്നത് ഇതിലേ ആയിരിക്കും. നോക്കേണ്ട ആൻസർ 0 ആയിരിക്കും, B സെൻറ്റർ 0 ആയിരിക്കും. കറണ്ട് എൻ്റർ ചെയ്തു, ഇതിലേ പോയിട്ട് ചിലപ്പോൾ കറണ്ട് ഇതിലേ ആയിരിക്കും ഔട്ട് ചെയ്യുക. ചെയ്തോട്ടെ. ഓക്കെ, സിമെട്രിക്കൽ കേസ് ആണെങ്കിൽ B സെൻറ്റർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് സിമെട്രീനെ പറ്റി ഒരു ഐഡിയ തരും. കറണ്ട് ഏതെങ്കിലും ഒരു സിമെട്രിക് ലൈനിലൂടെ എൻ്റർ ചെയ്തിട്ട് സിമെട്രിക് ലൈനിലൂടെ ഔട്ട് ചെയ്യുകയാണെങ്കിൽ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് 0 ആയിരിക്കും. ഓക്കെ, ഏത് സിമെട്രിക് ഷേപ്പ് ആയാലും ഇതേ കേസ് തന്നെ ആയിരിക്കും വരിക. അതൊരു കണ്ടീഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക. ആ വയർ ഒരേ ടൈപ്പ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് ഉള്ള വയേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അതേ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ നമുക്ക് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അടുത്ത കേസ്, കറണ്ട് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതൊരു സർക്കുലർ ഷേപ്പിലാണ്. ഓക്കെ, ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇതിങ്ങനെ വരുന്നു. ഇത് I1, ഇത് I2 ആണെങ്കിൽ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചു. ഓക്കെ,
ചെയ്തു വരാൻ കുറച്ച് സമയം എടുക്കും. സിമെട്രിക്കൽ ആണോ? യെസ്. എൻ്റർ ചെയ്യുന്നു, ഇതിങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. സോ ആൻസർ വിൽ ബി ഈക്വൽ ടു 0. സെൻട്രലുള്ള മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. സോ അതപ്പം ഏത് ഷേപ്പ് ആയാലും, സ്ക്വയർ ഷേപ്പ് ആയാലും റെക്റ്റാങ്കിൾ ഷേപ്പ് ആയാലും സർക്കുലർ ഷേപ്പ് ആയാലും സിമെട്രിക്കൽ കേസ് ആണെങ്കിൽ ബി സെൻറ്റർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിന് പ്രൂഫൊക്കെ ഉണ്ട്. പ്രൂഫൊന്നും ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല, ഇതങ്ങ് പഠിച്ചു വെച്ചോ. ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കാം. എന്നിട്ട് ഇതിലൂടെ ആവില്ല വരുന്നുണ്ടാവുക, ഈ ആംഗിളൊക്കെ തരുന്നുണ്ടാവും നിങ്ങൾക്ക്. ഈ ആംഗിളിലൊന്നും ആവശ്യമില്ല മക്കളെ, ബി സെൻറ്റർ 0 ആയിരിക്കും. ഇവിടെ വരുന്നത് ചിലപ്പോൾ നേരെ ഇങ്ങനെയായിരിക്കും, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒരു ഇങ്ങനെ വരുന്നു, കറണ്ട് ഇങ്ങനെ എൻ്റർ ചെയ്യുന്നു, ഇതിൽ ഔട്ട് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് B1 ആണ്. കറണ്ട് ഇതിൽ എൻ്റർ ചെയ്യുന്നു, ഇതിൽ ഔട്ട് ചെയ്യുന്നു, ഈ ആംഗിൾ ഒരു പെർട്ടിക്കുലർ തീറ്റ തരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് B2 ആണ്. B1 B2 തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഓക്കെ, B1 ഉം B2 ഈക്വൽ ആയിരിക്കും, അത് 0ക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, B1 ഈക്വൽ ടു B2 ഈക്വൽ ടു 0. ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇനി ഇന്നത്തെ ഹോംവർക്സ് ആണ്. നീറ്റ് 2019 ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഗ്രാസ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 1 സെക്കൻഡോട് നിങ്ങൾക്ക് അതിനെ ആൻസർ ചെയ്യാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു സ്ക്വയർ ലൂപ്പാണ്. ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റിംഗ് ആണ്, ചാടി കയറി ആൻസർ ചെയ്യരുത്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ചു നോക്കുക. അതിൽ 2 ടൈപ്പ് ഓഫ് വയേഴ്സ് ഉണ്ട്. ട്രൈ ചെയ്യുക, ആൻസർ നിങ്ങൾക്ക് കിട്ടും. ആൻസർ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് ആൻ ഈസി വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അതിലും 2 ടൈപ്സ് ഓഫ് വയേഴ്സ് ഉണ്ട്, അത് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹെക്സഗൺ ആണ്. അതിൽ 2 ടൈപ്സ് ഓഫ് വയേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ്. PQ ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ ആൻസർ കിട്ടും. ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്വയർ ആണ്. ഫിഗർ നോക്കിയാൽ തന്നെ ഐഡിയ കിട്ടും. ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ്സ് ആൻ ഈസി വൺ. പെട്ടെന്ന് ചെയ്യാതെ. ഓക്കെ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ആൻസർ കിട്ടും.